എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പണ്ടൊക്കെ ജീവിതം എന്ത് രസമായിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? കാരണം എന്താണെന്ന് നമുക്കത് നോക്കാം. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ല പണ്ടൊക്കെ ജീവിതം എത്ര മനോഹരമായിരുന്നെന്നും എത്ര സന്തോഷത്തോടെയായിരുന്നു എന്നും നമ്മൾ ജീവിച്ചിരുന്നതെന്ന്. പൂർവ്വകാലത്തിലെ ഓർമ്മകൾ ആലോചിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യരിൽ ഭൂരിഭാഗം ആൾക്കാരും. പണ്ട് നമുക്കുണ്ടായിരുന്ന സുഹൃത്തുക്കൾ, ജീവിത സാഹചര്യങ്ങൾ എല്ലാം എത്ര മനോഹരമായിരുന്നു എന്ന് ആലോചിച്ച് വർത്തമാനകാലത്ത് പഠിച്ച് ജീവിക്കുന്നവരാണ് മനുഷ്യരിൽ ഭൂരിഭാഗം ആൾക്കാരും. അങ്ങനെയുള്ളവരാണ് നമുക്കിടയിലുള്ള കൂടുതൽ പേരും എന്ന് നമുക്കറിയാം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡൊണാൾഡ് ട്രംപ് അമേരിക്കയോട് പറഞ്ഞ ലോകമെങ്ങും തരംഗമായി മാറിയ ഒരു പ്രചാരണ വാചകമാണിത്. പണ്ട് അമേരിക്ക ഇപ്പോഴുള്ളതിനേക്കാൾ വളരെ മനോഹരമായിരുന്നു എന്ന ബോധ്യത്തോടെയാണ് അത്തരമൊരു വാക്യം അദ്ദേഹം പറഞ്ഞത്. എല്ലാവരിലും അറിഞ്ഞോ അറിയാതെയോ അത്തരം ഒരു വിശ്വാസം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ആ വാചകം അമേരിക്കയിൽ വളരെ പെട്ടെന്ന് അത്രമാത്രം ഹിറ്റായി ട്രെൻഡായി മാറിയത്. നിലവിൽ വരുന്ന അവസ്ഥയിൽ മാറ്റം വരുത്തുന്നത് എന്ത് നല്ലതായാലും മോശമായാലും അതൊരു നഷ്ടമായി നമ്മൾ കണക്കാക്കുന്നതിനെയാണ് സ്റ്റാറ്റസ് കോ ബയാസ് എന്ന് വിളിക്കുന്നത്. ഏതായാലും തലച്ചോറിനെ കബളിപ്പിക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും അന്തരങ്ങൾക്കപ്പുറം നൊസ്റ്റാൾജിയ എന്നത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചും വല്ലാത്തൊരു വികാരം തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഭൂതകാലത്തിലെ ഓർമ്മകൾ, മധുരിക്കുന്ന ഓർമ്മകളും മറക്കാനാകാത്ത സ്മരണകളും നമ്മുടെ മനസ്സിൽ ഒരു നൊസ്റ്റാൾജിയ ആയിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ വർത്തമാനകാലത്തിൽ ചില നല്ല നിമിഷങ്ങളിൽ ജീവിക്കാനും നമ്മൾ ശ്രമിക്കുക. ഭൂതകാലം കഴിഞ്ഞു പോയി തന്നെ അതിനും തിരിച്ചു കിട്ടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ നമ്മളുടെ ജീവിതം സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക. മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷം തരുന്നതാണ് അത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാം. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.